കോഴിക്കോട് കോണോട് പോലൂരിൽ വീട്ടിൽ 22 പവൻ സ്വർണം മോഷ്ടിച്ചതായി പരാതി. അച്ചോത്തിപ്പുഴയിൽ വിഷ്ണുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട് പൂട്ടിപ്പോയ സമയം ഓപ്പൺ ടെറസിന്റെ വാതിൽ തുറന്ന് മോഷ്ടാവ് അകത്ത് കടന്നുവെന്നാണ് സംശയിക്കുന്നത്. നിഖിൽ പ്രമേഷ് കോഴിക്കോട് വിവരങ്ങളുമായി ചെയ്തു. നിഖിൽ, എപ്പോഴായിരുന്നു മോഷണം? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കോഴിക്കോട് കോണോട് കോലൂരിലാണ് വീട്ടിൽ വൻ മോഷണം നടത്തിയിരിക്കുന്നത്. 22 പവൻ സ്വർണമാണ് മോഷ്ടാവ് മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. വീടിന്റെ ഓപ്പൺ ടെറസുകൾ പൊതുവെ ആരും ശ്രദ്ധിക്കാത്ത ഇടമാണ്. അവിടെയുള്ള വാതിൽ തുറന്ന് അകത്ത് കയറിയാണ് മോഷണം നടത്തിയതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്തായിരുന്നു മോഷണം എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അച്ചോത്തിപ്പുഴയിൽ വിഷ്ണുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത്. നിഖിൽ പ്രവേശ് ചെയ്തു. നിഖിൽ, വിവരങ്ങൾ. നിഖിൽ, എപ്പോഴായിരുന്നു മോഷണം? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ ദിവസം രാത്രിയിലാണ് ഈ മോഷണം ഉണ്ടാകുന്നത്. ഈ വീട്ടുകാർ പുറത്തുപോയി, അതായത് ഭാര്യ വീട്ടിൽ പോയ സമയത്താണ് വിഷ്ണുവിന്റെ വീട്ടിൽ ഈ മോഷണം നടക്കുന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. ഏതാണ്ട് 22 പവൻ സ്വർണം നഷ്ടമായിട്ടുണ്ട്. നമുക്ക് ഈ സ്വർണത്തിന്റെ കൂടിയ വിലയൊക്കെ വെച്ച് കണക്കാക്കി നോക്കുമ്പോൾ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ആ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ളത്. ഇവരുടെ വീടിന്റെ മുകളിലത്തെ ഓപ്പൺ ടെറസ് തുറന്നാണ് ഈ മോഷ്ടാവ് അകത്ത് കയറിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ വീട്ടിൽ നിന്ന് മോതിരം, കമ്മൽ, ചെയിൻ ഇതെല്ലാം തന്നെ നഷ്ടമായിട്ടുണ്ട്. ആകെ 22 പവൻ നഷ്ടമായതായാണ് ഇപ്പോൾ വീട്ടുകാർ വ്യക്തമാക്കുന്നത്. ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് വരുന്നത്. ചേവായൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും കൂടുതൽ പരിശോധനകൾ മറ്റും നടത്തുകയും ചെയ്യുന്നുണ്ട്. സോയിൽ നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണത്തിന് തീവലയാണ്. ഇക്കാലത്താണ് 22 പവൻ സ്വർണം രാത്രി വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് മോഷ്ടാവ് കവർന്നു കൊണ്ടുപോയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.